നമസ്കാരം. മലയാളി വാർത്തയിലെ ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിന്റെ കഷ്ടകാലം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. കുറച്ച് നാളത്തേക്ക് ഒരു ഇടവേള ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ തുടരെ മന്ത്രി വീണ ജോർജിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ വിമാനത്താവളത്തിൽ അടക്കം സംഭവിച്ചിരുന്നു. എന്തായാലും ഈ പാർട്ടിയിൽ കയറണമെങ്കിൽ അഹങ്കാരത്തിന്റെ ആൾരൂപം അതാവണം ID കാർഡ് എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി അറിയാതെ, എന്നാൽ ക്യാമറയുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാനും അറിയാവുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് മന്ത്രിമാരെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരോടും വളരെ നന്നായി പെരുമാറുകയും തന്റെ കയ്യിൽ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ പോകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുകയും ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ, ഇലക്ഷന് പോകുമ്പോൾ ഞാനും സാധാരണക്കാരോടൊപ്പം നിന്ന് വോട്ട് ചെയ്യുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലെ മന്ത്രിമാർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറുന്ന ചില നേതാക്കൾ വളരെ അടുത്ത കാലം മുതലാണ് നമ്മൾ കണ്ടുവരുന്നത് തുടങ്ങിയത്. ഈ മലയാളികൾ വോട്ട് ജയിപ്പിച്ച നമ്മൾ മലയാളികൾക്ക് ഇത് തന്നെ വരണമെന്ന ചില ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം. തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നതിന് പിന്നാലെ വമ്പൻ ഷോ ഇറക്കാനായി തീരുമാനിച്ചു. എന്നാൽ നിയമത്തിന്റെ വഴിയിൽ മാത്രമേ പോവുകയുള്ളൂ, അതിന് ഏതു മന്ത്രിയായാലും ശരിയെന്ന വിമാനത്താവള ഉദ്യോഗസ്ഥർ കടുംപിടുത്തം പിടിച്ചതോടുകൂടി മന്ത്രിയുടെ ഷോ അവിടെ അടങ്ങുകയായിരുന്നു. ദുബായിൽ നിന്നും മടങ്ങി വരുമ്പോൾ കഴിഞ്ഞയാഴ്ചയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത്. മന്ത്രിയെ സ്കാനർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. ഇതോടെ മന്ത്രി പ്രകോപിതയായിരുന്നു. ഭർത്താവ് ജോർജ് മൊത്ത ദുബായ് സന്ദർശനം കഴിഞ്ഞാണ് മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ അവിടെ ഇരുന്നത് ബീഹാറിയായ ഉദ്യോഗസ്ഥയായിരുന്നു. അവർക്ക് മന്ത്രിയെ മനസ്സിലായില്ല. അങ്ങനെയാണ് സ്കാൻ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. ഇതോടെ മന്ത്രി ശുഭിതയായി. പിന്നെ പല വീരവാദവും നടത്തി. ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി. പക്ഷേ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ സംഭവത്തിന്റെ CCTVയും കസ്റ്റംസുകാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും വിവാദമുണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണ് അത്. കസ്റ്റംസുകാരുടെ പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത്. നിങ്ങൾ ഈ ബാഗ് എന്റെ ഓഫീസിൽ കൊണ്ടുതരും എന്നായിരുന്നു വെല്ലുവിളി. എന്നാൽ ആരും ബാഗ് കൊണ്ടുകൊടുത്തില്ല. അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആളെത്തി ആ ബാഗ് കൊണ്ടുപോവുകയായിരുന്നു. ദുബായിൽ മന്ത്രി നടത്തിയത് സ്വകാര്യ യാത്രയായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് ജോർജ് മൊത്തായിരുന്നു യാത്ര. ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നു യാത്ര. ഇത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്ത്രിയെ ബീഹാറിയായ ഉദ്യോഗസ്ഥ തിരിച്ചറിഞ്ഞില്ല. സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തി. ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പിന്നീട് മന്ത്രി പൊട്ടിത്തെറിച്ചു. ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞു. കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലരും വന്നു. അവരുടെ സാന്നിധ്യത്തിലും വെല്ലുവിളി തുടർന്നു. ഇതോടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പരിശോധന നടത്തിയതോടെ വീണ കൂടുതൽ പ്രകോപിതയാവുകയായിരുന്നു. ഇനി ബാഗ് കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞു. ഇതിനിടെ എത്തിയ ഒരു ജീവനക്കാരൻ മന്ത്രിയെ തിരിച്ചറിയുകയായിരുന്നു. പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. സോറി അടക്കം പറയാനും മന്ത്രിയെ അന്വയിപ്പിക്കാനുമുള്ള ശ്രമം ഒന്നും അവിടെ വിജയിച്ചതുമില്ല. കാണിച്ചു തരാമെന്ന ഭീഷണിയായിരുന്നു പിന്നീട്. ഇതോടെ സമ്മർദ്ദത്തിലായ ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. നടന്നതെല്ലാം വിശദീകരിച്ചു. ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ല എന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി. ഇതിനിടയിലും മന്ത്രി വീണ ജോർജ് ബഹളമുണ്ടാക്കാനും തുടങ്ങുകയായിരുന്നു. കസ്റ്റംസ് നിയമം അനുസരിച്ച് ബാഗ് പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ് വീണയുടെയും ബാഗ് നോക്കിയത്. അതിനാൽ തെറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് ജീവനക്കാർക്ക് മുകളിൽ നിന്നും കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വീണയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വന്നിരുന്നു. ദേഹപരിശോധനയും നടത്തി. ഇതിനുശേഷവും വെല്ലുവിളി തുടർന്ന മന്ത്രി ഹാൻഡ് ബാഗ് എടുക്കാതെ പോയി. തന്റെ ഓഫീസിൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന പഞ്ചു ഡയലോഗും അങ്ങടിച്ചു. പക്ഷേ പണിപാളി. കസ്റ്റംസുകാർ ആരും തന്നെ ബാഗുമായി മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലാൻ പോയില്ല. ഈ സംഭവത്തിന് ശേഷം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 ദിവസത്തിന് ശേഷം ഒരാൾ എത്തുന്നു. മന്ത്രിയുടെ ബാഗ് ആവശ്യപ്പെടുന്നു. ശരി, നമ്മൾ തന്നേക്കാമെന്ന് തിരിച്ചു നൽകുന്നു. അതിനിടെ കസ്റ്റംസുകാർക്കെതിരെ വീണ ജോർജ് പരാതിയും നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കഴമ്പില്ല എന്ന് കസ്റ്റംസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം വിവാദമാകുന്നതിൽ നിന്നും മന്ത്രി ഓഫീസും പിന്മാറിയത് എന്നാണ് സൂചന. ഏതായാലും കേരളത്തിനും മന്ത്രിസഭയ്ക്കും അപമാനമായി മാറുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മന്ത്രി വീണ ജോർജിന് കഷ്ടകാലം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി എന്ന കാര്യത്തിലും സംശയമില്ല. ഡോക്ടർ ഹാരിസ് എന്ന് മുതലാണോ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ പറയാൻ തുടങ്ങിയത്, അന്ന് മുതൽ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും
മന്ത്രി വീണ ജോർജിന്റെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്തിനാണ് മന്ത്രി എന്ന ഹുങ്കുമായി നടക്കുന്നത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത്. ഇവരുടെ മന്ത്രി എന്ന ഹുങ്ക് അധിക നാൾ ഇല്ല എന്നും പറയുന്നവർ ഏറെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സമൂഹ മാധ്യമ കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട്. പിൻവാതിൽ നിയമനം ലഭിക്കുന്ന ഏതൊരവനിലും അവളുമാരിലും ഈ വക ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടാകും. ആരോഗ്യ മേഖല തകർത്ത് തരിപ്പണമാക്കിയ അഹങ്കാരി. ഈ ലേഡി ആരോഗ്യ കേരളത്തിൽ പുഴുക്കുത്താണ് എന്ന് പറയുന്നുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇരിക്കട്ടെ 1000 കുതിരപ്പവൻ. അഹങ്കാരവും ധാർഷ്ട്യവും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ അംഗമാകാനുള്ള യോഗ്യതയാണ് എന്നുള്ളതാണ്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്നുള്ള ആ പഞ്ച് ഡയലോഗ് അടിക്കുന്നവരും നിരവധി ആളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് താൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന വിചാരമുണ്ടെന്ന് പറയുന്നു. സഭയുടെ റെക്കമെൻഡ് മാത്രമല്ല, വിജയന്റെ കാല് തിരുമലും കൂടിയാണ് കൊച്ചമ്മയുടെ മന്ത്രിസ്ഥാനം എന്ന കമന്റുകൾ വരുന്നുണ്ട്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. അഹങ്കാരി ഉദ്യോഗസ്ഥന് ആ പെണ്ണുമ്പിള്ളയെ വരുതിക്ക് നിർത്തിയതിന് നന്ദി എന്ന് പറയുന്നവരുണ്ട്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മൊത്തം കുടുങ്ങിപ്പോയി എന്ന് പറയുന്നവരും ഏറെയാണ്. ഈ പാർട്ടിയിൽ നിന്ന് അധികാരത്തിൽ കയറുമ്പോഴേക്കും അഹങ്കാരവും ധാർഷ്ട്യവും തലയ്ക്ക് പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. ജനങ്ങൾ തരുന്ന ഔദാര്യമാണെന്ന കാര്യം ഇവർ മറന്നു പോവുകയാണ്. കഴിവുള്ളവർ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുന്നില്ല. അവിടെ ഇതുപോലെയുള്ള ചിലർ ഇരിക്കുന്നു. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാ കേന്ദ്ര സംസ്ഥാന മന്ത്രിയോ മറ്റു ഓഫീസർമാരോ VIP ആയാലും പരിശോധന കഴിഞ്ഞ എയർപോർട്ടിനകത്തും പുറത്തേക്കും കടത്തിവിടാൻ അനുവാദം നൽകുകയുള്ളൂ എന്ന് അറിഞ്ഞൂടാത്ത മണ്ടയല്ലല്ലോ മന്ത്രി എന്ന ചോദ്യവും വരുന്നുണ്ട്. ഇവർ കഴിവുകൊണ്ടോ ഭാഗ്യം കൊണ്ടോ അല്ല മന്ത്രിയായത്, മറിച്ച് ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദത്താലാണ് മന്ത്രിയായതെന്ന് പറയുന്നവർ നിരവധിയാണ്. ഇങ്ങനെ ഇവളെയൊക്കെ പൊതുജന സമക്ഷം തുറന്നു കാണിക്കണം. നന്നായി ആ ഉദ്യോഗസ്ഥർ അവരുടെ കർത്തവ്യം നിറവേറ്റിയതിന്. ഇവളെ പോലെയുള്ള ചുളിവിൽ പാവപ്പെട്ടവന്റെ അടക്കം നികുതിപ്പണം ഉപയോഗിച്ച് ഞെളിഞ്ഞു നടക്കേണ്ടവരല്ല മന്ത്രിമാരെന്ന് പറയുന്നു. എന്തായാലും എയർപോർട്ട് ഉദ്യോഗസ്ഥയ്ക്ക് ബിഗ് സല്യൂട്ട്. അങ്ങനെ അനവധി കമന്റുകൾ വരികയാണ്. പ്രധാനമായും ഇത് തന്നെയാണ് കാര്യം. കാരണം ഈ തെന്നിന്ത്യൻ നടിമാരെ അടക്കം വളരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ തന്നെ നമ്മൾ വിളിക്കുന്ന നയൻതാര, അതിനേറെ പറയുന്നത് ഷാറുഖ് ഖാൻ പോലെയുള്ള അനവധി ആളുകളെ ഒരുപക്ഷെ കേരളത്തിലെ ഒരു മന്ത്രിയെ ഒരുപക്ഷെ ബീഹാറിക്ക് അറിയണമെന്നില്ല, എന്നാൽ ഷാറുഖ് ഖാനെ അറിയാത്തവരായിട്ട് ആരുമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അനവധി ആളുകളുണ്ട്. അപ്പോൾ അവരെ പോലും നമ്മൾ ഈ സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചെക്കിങ്ങിന്റെ പേരിൽ പരിശോധനയുടെ പേരിൽ കൃത്യമായി തന്നെ കസ്റ്റംസ് മാറ്റി നിർത്തുകയും കയ്യിലുള്ള ബാഗുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ മന്ത്രിക്ക് എന്തേ കൊമ്പുണ്ടോ എന്ന ചോദ്യമാണ് വീണ്ടും ആവർത്തിക്കുന്നത്.